തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും ഏലിയ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീണ്ടും വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം. ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും ഏലിയ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനൊരിക്കലേ മഞ്ഞപ്ര അടുത്ത് ആനപ്പാറ എന്ന് പറയുന്ന ഒരു പള്ളിയിൽ അവിടുത്തെ വികാരിച്ചൻ എന്നെ നോമ്പുകാല ധ്യാനം നടത്താൻ 5 ദിവസത്തെ ധ്യാനം നടത്താനായിട്ട് എന്നെ ക്ഷണിച്ചു. അപ്പോൾ ഞാനും എൻ്റെ പാട്ടുകാരൻ ബെന്നി കൊരട്ടിയും കൂടി ഞങ്ങൾ 2 പേരും ബൈക്കിൽ പോവാണ്. അപ്പോൾ നല്ല ചുട്ട വേനൽക്കാലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അച്ഛന് പരിചയമില്ല. അവിടെ ചെന്ന് ഞങ്ങൾ ബൈക്ക് നിർത്തി. അങ്ങനെ ഓർഗനും ഞങ്ങളുടെ അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാഗ് ഡ്രസ്സുള്ള ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ നടന്ന് ചെല്ലുമ്പോൾ ഒരാൾ സംഗീതത്തിൻ്റെ അവിടെ ഇങ്ങനെ വാതിലേക്ക് കട്ടളേന്ന് കൈ കുത്തിട്ട് നിൽക്കുന്നുണ്ട്, ഒരു കല്ല് കൊണ്ട് എടുത്തിട്ട്. അപ്പോൾ ആരണാവോ. അങ്ങനെ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ആളോട് ചോദിച്ചു, അച്ഛൻ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെന്തിനാ വന്നേ? ഞങ്ങൾ ധ്യാനം നടത്താൻ. അപ്പോൾ ആളെന്നോട് പറയണേ, ഇവിടെ ധ്യാനമല്ല വേണ്ടത്, ഇവിടെ മഴയെ വേണ്ടത്. എനിക്ക് ഭയങ്കര വേദനയായി. കാരണം നല്ല വേനൽക്കാലമാണ്, ചുട്ടുപൊള്ളുന്ന വേനൽക്കാലം. മഴയ്ക്ക് യാതൊരു സാധ്യതയില്ല. അപ്പം അയാൾ മനുഷ്യസ്നേഹമുള്ള ആളെന്ന് എനിക്ക് തോന്നണേ. അതുകൊണ്ട് ആളുടെ വീട്ടിലത്തെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും അവിടെ കൃഷികളുണ്ട്, അവിടുത്തെ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ടായിരിക്കണം എന്നോട് പറഞ്ഞു ഇവിടെ ധ്യാനമല്ല വേണ്ടത്, മഴയാണ് വേണ്ടത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നമ്മളാരാ? ഞാനിവിടുത്തെ കപ്പ്യാരാണ്. മഴ പെയ്യല്ലേ വേണ്ടോ, നമുക്ക് ഈ ധ്യാനം കഴിയുമ്പോഴേക്കും പെയ്താൽ പോലെയെന്ന് ചോദിച്ചു. അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അച്ഛനെ പോയി കണ്ടു, ഡ്രസ്സൊക്കെ വെച്ചു, ധ്യാനം തുടങ്ങി. 1-ാമത്തെ ദിവസം ധ്യാനം കഴിഞ്ഞു, 2 കഴിഞ്ഞു, 5 ദിവസത്തെ ധ്യാനമാണ്. വൈകിട്ട് 5 മണി തൊട്ട് 9 വരെ. 3-ഉം 4-ഉം കഴിഞ്ഞു. 4-ാമത്തെ ദിവസം രാത്രി എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വരികയാണ്, ചേട്ടൻ ഒന്ന് വരണം, എന്തൊരു കടലാസ് ഉപ്പിട്ട് മേടിക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ബെന്നിയും കൂട്ടി തിരിച്ച്, എൻ്റെ വീട് ചിറ്റിലപ്പള്ളിയിലാണ്, ഞാൻ ചിറ്റിലപ്പള്ളിയിലേക്ക് വന്നു. ബെന്നിനെ കൊരട്ടിയിലിറക്കി അവൻ്റെ വീട്ടിലിറക്കി പോന്നു. പ്രിയപ്പെട്ടവരെ, മഴയ്ക്ക് യാതൊരു സാധ്യതയില്ല. പക്ഷെ ഇയാൾ എന്നോട് പറഞ്ഞ സമയം തൊട്ട് ഞാൻ നല്ല ശക്തമായിട്ട് ദൈവത്തോട് പറഞ്ഞൊരു കാര്യമാണ്, കർത്താവേ, എനിക്ക് വേണ്ടി നീ മഴ പെയ്യണ്ട, പക്ഷെ ആ കപ്പ്യാർക്ക് വേണ്ടി, അയാളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി, കർത്താവെ, ഒരു ദിവസമെങ്കിലും 1 മണിക്കൂർ നേരെങ്കിലും നീ മഴ പെയ്യണമെന്ന് പറഞ്ഞു. മാത്രമല്ല, ഈ വചനം ഞാൻ ഓർക്കുകയാണ്, ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. അവൻ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 3.5 കൊല്ലം മഴ പെയ്തില്ല. വീണ്ടും മഴ പെയ്യാൻ വേണ്ടി ആകാശത്തിൽ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യുകയും ചെയ്തു, അതിശക്തമായ മഴ. ആ വചനം നമ്മെപ്പോലെ ഒരു മനുഷ്യനായ ഏലിയാക്ക് പ്രാർത്ഥിച്ചപ്പോൾ നടന്നുവെങ്കിൽ, ഞങ്ങൾ സുവിശേഷം പറയുന്നവരാണെങ്കിൽ അത് സംഭവിക്കണ്ടേ? ഈ നാവുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം സത്യസന്ധമായി, ആത്മാർത്ഥമായിട്ട്, നിഷ്കളങ്കമായി പറയുന്ന എല്ലാ കാര്യങ്ങളും നടന്നിരിക്കണം, നടക്കാറുണ്ട്. ആ ധൈര്യത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 5-ാമത്തെ ദിവസം ഒരു 2 മണി നേരത്തെ വീട്ടിൽ നിന്ന് ബൈക്കുമ്പോൾ പോയി, കൊരട്ടിയിൽ നിന്ന് ബെന്നിനെ ബൈക്കുമ്പോൾ കയറ്റി ഞങ്ങൾ ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ മുകളിലേക്ക് നോക്കുക, വല്ലതും കാർമേഘം വല്ലതും ഉണ്ടോ. അങ്കമാലി ചെന്നു, ഇടത്തോട്ട് തിരിഞ്ഞു. അവിടെ നിന്ന് കുറച്ച് ദൂരം പോയപ്പോൾ അവിടെ യൂദാ തദ്ദേവൂസിൻ്റെ ഒരു കപ്പേളയുണ്ട്. ഞാൻ വണ്ടി അവിടെ നിർത്തി. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണല്ലോ യൂദാ തദ്ദേവൂസ്. ഞാൻ അവൻ്റെ വണ്ടി നിർത്തി, അങ്ങോട്ട് കയറിയൊന്നുമില്ല. ഞാൻ ഈ കാര്യം പറഞ്ഞു, ആ കപ്പേർക്ക് വേണ്ടിയിട്ട് കുറച്ച് മഴ പെയ്യും, ഈശ്വരൻ പറഞ്ഞോട്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞോളൂ. പക്ഷേ ആകാശം നല്ല
തെളിമാനമാണ്, ഒരു മഴക്കാരൊന്നുമില്ല. അവിടുന്ന് ഞങ്ങളൊരു 2-3 കിലോമീറ്ററിനും പോയപ്പോൾ യൂദാദേവീസിന്റെ ദേവാലയത്തിന്റെ മുൻവശത്ത് നിന്നിട്ട് ഞാൻ ആ വിശുദ്ധനോട് പറയാണ്, ആ ആനപ്പാറ പള്ളിയിലത്തെ കപ്പ്യാരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി 1 മണിക്കൂർ നേരം മഴ പെയ്യാം, ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞങ്ങളങ്ങനെ പോവുകയും ചെയ്തു. അവിടുന്ന് 2-3 കിലോമീറ്റർ പോയപ്പോൾ ഞാൻ ആകാശത്ത് നോക്കിയപ്പോൾ ഈ ആനപ്പാറ എന്ന് പറയുന്ന ഭാഗത്ത് ഊരാകൂരി ഇരുട്ട് പോലെ കാർമേഘം നിറഞ്ഞു നിൽക്കുക. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. മാത്രമല്ല, നമ്മളൊരു പാട്ടുണ്ട്, തുള്ളിക്കൊരു കൂടം പേമാരി എന്നൊരു പാട്ടുണ്ട്. അതുപോലെ ഒരാളുടെ കയ്യിൽ ബോട്ടില്ല, മഴ ഒരു യാതൊരു ലക്ഷണമില്ലാത്തടത്ത് അപ്രതീക്ഷിതമായി 3 മണി തൊട്ട് 4 മണി വരെ 1 മണിക്കൂർ അതിശക്തമായ മഴ. ആളുകളൊക്കെ നനഞ്ഞ് കുതിർന്ന് കയറി നിന്നു. അപ്പോൾ ഞാൻ പിന്നോട് ചോദിച്ചു, പാട്ടുകാരനോട് ചോദിച്ചു, നമുക്ക് കയറി നിൽക്കണോ? അല്ല ബ്രദറെ, നമുക്ക് മഴ തന്നെ അങ്ങോട്ട് പോവാം, നമ്മുടെ ഡ്രസ്സ് അവിടെ ഉണ്ടല്ലോ. ഞാൻ ആ ഒരു ആൾക്കാർക്ക് കാണുമ്പോൾ ഭ്രാന്താന്ന് തോന്നും. ഇത്രയും അതിശക്തമായ മഴ പെയ്യുമ്പോൾ 2 ഭ്രാന്തന്മാർ ബൈക്കുമ്പോൾ നനഞ്ഞ് കുതിർന്ന് പോവാണ്. ഞങ്ങൾ ധ്യാനിപ്പിക്കാനുമാണ്, 5-ാമത്തെ ദിവസം. അങ്ങനെ പള്ളിയുടെ മുറ്റത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണിക്കാല് പോടുന്നത്ര വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. പ്രൈസലോ. അപ്പോൾ നമ്മുടെ ആള് അവിടെ വീണ്ടും ആദ്യം കണ്ട പോലെ നിൽക്കുന്നുണ്ട്. ഞങ്ങളയാളെ മെയിൻ ചെയ്യാൻ പോയില്ല. നേരെ ഞങ്ങളുടെ റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി ധ്യാനം 5 മണിക്ക് തുടങ്ങി. അപ്പോൾ 1 മണിക്കൂർ പെയ്തിട്ടുള്ളൂ, 3 മണി മുതൽ 4 മണി വരെ. ബാക്കിയുള്ള സമയം മഴയില്ല, മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുക. അങ്ങനെ അന്നത്തെ ധ്യാനം കഴിഞ്ഞു. ആളുകളൊക്കെ നല്ലോണം വന്നു, മഴ കിട്ടിയല്ലോ. അങ്ങനെ ഞാൻ ഓർഗനൊക്കെ എടുത്ത് നമ്മുടെ പാട്ടുകാരനും ഞാനും കൂടി സങ്കീർത്തി വഴി ഇറങ്ങാണ് പുറത്തേക്ക്. അപ്പോൾ ഈ കപ്പ്യാരെ എന്നെ വിളിച്ചു, ജോസ് ബ്രദറെ ഒന്നകത്തേക്ക് വന്നേ. അങ്ങനെ ഇനി എന്തിട്ട് പുല്ലുവാലാണോ പറയണമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ കാക്കിൽ കന്ന് കിടന്നിട്ട് ആൾ കാല് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ജോസ് ബ്രദറെ എന്നോട് ക്ഷമിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഇതിൽ ക്ഷമിക്കാനൊന്നുമില്ല, നിന്റെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഴ തമ്പുരാൻ പെയ്തത്. അതിന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ മഴ അതിന് വിട്ട് പെയ്തിട്ടില്ല. 3 തൊട്ട് 4 വരെ കൃത്യസ്ഥൈമിൽ മഴ പെയ്തു. അയാൾ മാപ്പ് ചോദിച്ചു, ഞാനത് പിടിച്ചേൽപ്പിച്ചു. ഞങ്ങളിപ്പോൾ പോട്ടെ, നിന്റെ ആഗ്രഹം നടന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ ഏലിയായ്ക്ക് മാത്രമല്ല, ഈശോ പറഞ്ഞിട്ടുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവൻ യേശു പ്രവർത്തിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന്. നമ്മുടെ പ്രാർത്ഥന വഴി, ഈ എളിയവന്റെ പ്രാർത്ഥന വഴി ആനപ്പാറ ഇടവകയിൽ 1 മണിക്കൂർ നേരം ധ്യാനത്തിന് മുമ്പ് മഴ പെയ്യാൻ കർത്താവിടയാക്കി. പ്രൈസ് ദി ലോർഡ്.